ഹായ് ഗൈസ്, വൺസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ KTU 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്തു. മൊഡ്യൂൾ 3ൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. 2021 ഡിസംബർ മാസം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഗിബ്സ് ഫേസ് റൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗിബ്സ് ഫേസ് റൂൾ. രണ്ട്, വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ നോർമലൈസിങ്. നോർമലൈസിങ്ങിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗിബ്സ് ഫേസ് റൂൾ? സോ ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫേസസ്, നമ്പർ ഓഫ് കമ്പോണൻസ് ആൻഡ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്പർ ഓഫ് ഫേസസും നമ്പർ ഓഫ് കമ്പോണൻസും നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ലോ ആണെന്ത്? ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നത്. ഇനി അത് വേറെ ഒന്നുമല്ല, F = C - P+2 ആണ്. C - P+2. അതായത് എഫ് അഥവാ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ് മൈനസ് നമ്പർ ഓഫ് ഫേസസ് +2 ആയിരിക്കും. കാണാൻ പഠിക്കുക. F = C - P+2. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം കേട്ടോ. F = C - P+2. നമുക്ക് 3 മാർക്കിന് എന്താണ് ഗിബ്സ് ഫേസ് റൂൾ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക. F = C - P+2 എന്ന ഇക്വേഷൻ പഠിക്കുക. ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. F എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ്. P എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫേസസ്. ഇനി ഫോർ ലിക്വിഡ്സ്, ഓക്കെ, ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് F = C - P+1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ്? F = C - P+2. ഓക്കെ, ഇവിടെ എന്ത് വരും? F = C - P+1 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ഈ ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രഷർ നമുക്ക് ഇഗ്നോർ ചെയ്യാം. പ്രഷറിന് കാര്യമായ എഫക്റ്റ് ഇല്ല. പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്യാസസിനെ മാത്രമാണ്, അല്ലേ? ഗ്യാസസിൻ്റെ കേസിലാണ് പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ. ഈ പറയുന്ന ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഗിബ്സ് ഫേസ് റൂൾ നമുക്ക് F = C - P+1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ എല്ലാത്തിനും. ഓക്കെ, ലിക്വിഡ്സ്, സോളിഡ്സ് ആൻഡ് ഗ്യാസസ്. ഗിബ്സ് ഫേസ് റൂൾ അത്രേ ഉള്ളൂ. So it is a relationship between number of degrees of freedom, number of components and number of phases present. Okay, F = C - P+2. ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കേസാണ് F = C - P+1 ആണ്. ഇത്രയും പറഞ്ഞാൽ മതി, കുഴപ്പമില്ലല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻ നോർമലൈസിങ്? നോർമലൈസിങ്ങിലുള്ള സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോർമലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീലിനെ 40 മുതൽ 45 ഡിഗ്രി മുകളിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. സ്റ്റീലിനെ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യുന്ന ഏതിലാണ്? എയറിലാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. കൂൾ ചെയ്യുന്നത് എയറിലാണ്. ഈ നോർമലൈസിങ്ങും ഈ പറയുന്ന അനീലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. നോർമലൈസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എയറിലാണ് കൂൾ ചെയ്യുന്നത്. അനീലിങ്ങിലാണെങ്കിലോ നമ്മൾ ഫർണസിലാണ് കൂൾ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന എയറിൽ നമ്മൾ കൂൾ ചെയ്യുന്നു, അതിനാണ് നമ്മളെന്ന് പറയുന്നത് നോർമലൈസിങ് എന്ന് പറയുന്നത്. നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എയറിൽ കൂൾ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണെന്ത് നോർമലൈസിങ്ങിലുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാണ് നോർമലൈസിങ് ചെയ്യുന്നത്? ഇന്റേണൽ സ്ട്രെസ്സസ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, ഇന്റേണൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ ഡക്റ്റിലിറ്റി കൂട്ടാൻ വേണ്ടി. ഓക്കെ, ഹാർഡ്നെസ് കുറയ്ക്കുക, ഡക്റ്റിലിറ്റി കൂട്ടുക, അതുപോലെ ഇന്റേണൽ സ്ട്രെസ്സസ് കുറയ്ക്കുക, സ്ട്രെസ്സസ് കുറയ്ക്കുക. ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന നോർമലൈസിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താ ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് ഓസ്റ്റനേറ്റ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമ്മൾ അയൺ കാർബൺ ഡയോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്, അല്ലേ? ഇവിടെ ഓസ്റ്റനേറ്റ് ആണ്, ഇവിടെ ആൽഫ ഫെറൈറ്റ് ആണ്, ഫെറൈറ്റ്.
ഇതെന്താണ് ആൽഫ പ്ലസ് Fe3C ആണ്, പെയർലൈറ്റ് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രത്തിലൊരു ഏരിയ ആണിത്. സോ ഇവിടെ ഈ ടെമ്പറേച്ചർ ഉണ്ടാ, അതായത് ഈ ടെമ്പറേച്ചർ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായും ഓസ്റ്റനേറ്റ് ഫോം ചെയ്യും അല്ലേ. അതായത് ഓരോ കോമ്പോസിഷൻ, ഇവിടെ എക്സ് ആക്സിൽ എന്താ കോമ്പോസിഷനാണ്, കോമ്പോസിഷൻ, വൈ ആക്സിൽ എന്താണ് ടെമ്പറേച്ചറാണ്. സോ ഓരോ കോമ്പോസിഷനും ഈ ഓസ്റ്റനേറ്റ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്. സോ ഈ ടെമ്പറേച്ചേഴ്സ് അതിൻ്റെ മുകളിലുള്ള ഇത്രയും ടെമ്പറേച്ചറിലേക്ക് 40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് ഹീറ്റ് ചെയ്യും നോർമലൈസിങ്ങിൽ. അത് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എയറിൽ കൂൾ ചെയ്യുന്നത്. അതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇതാണ് നോർമലൈസിംഗുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താ, നോർമലൈസിംഗിലുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുന്നു, ആ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ കൂളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്രയാണ് ഓർത്തിരിക്കേണ്ട കാര്യം, വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നൗ അടുത്ത ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ബൈനറി ഐസോമോർഫസ് ഫേസ് ഡയഗ്രാം. ഫേസ് ഡയഗ്രാം, ബൈനറി ഐസോമോർഫസ് ഫേസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുക, 6 മാർക്ക്. ഇതിനെന്താണ്, ഹൗ കോമ്പോസിഷൻ ആൻഡ് റിലേറ്റീവ് ഫേസ് ഫ്രാക്ഷൻ, കോമ്പോസിഷനും ഫേസും എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, 8 മാർക്ക്. ഓക്കെ, ഹൗ കോമ്പോസിഷൻ ആൻഡ് റിലേറ്റീവ് ഫേസ് ഫ്രാക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഇൻ 2 ഫേസ് റീജിയൻ ഇൻ എ ബൈനറി ഐസോമോർഫസ് ഫേസ് ഡയഗ്രാം. എങ്ങനെയാണ് കോമ്പോസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫേസ് ഫ്രാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ബൈനറി ഐസോമോർഫസ് ഫേസ് ഡയഗ്രാം. ഈ ഫേസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുത്തേക്കുവാണ്. ഇത് ഫേസ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളാണ്. ഏതിൻ്റെയാണ്, കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളായി കാണിച്ചിരിക്കുന്നത്. സോ ഈ ഫേസ് ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിൽ എന്താണ്, കോമ്പോസിഷനാണ്, കോമ്പോസിഷൻ. നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കലാണ് എക്സ് ആക്സിൽ. അതായത് ഇവിടെ വെയിറ്റ് പെർസെൻറ്റേജ് 0, ഇവിടെ 20, 40, 60, 80, 100. ഓക്കെ, സോ നിക്കലിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് ആണ് 0. സോ അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും, ഇവിടുത്തെ 100 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിക്കലിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് 20% അങ്ങനെയാണെങ്കിൽ കോപ്പർ എന്തായിരിക്കും 80%. ഓക്കെ, സിമിലർലി ഇവിടെ നിക്കലിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് 100 ആണ്. സോ ഈ ഭാഗത്ത് കോപ്പറിൻ്റെ വെയിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, സോ ഇത് പ്യുവർലി കോപ്പറാണ്, ഇത് പ്യുവർലി നിക്കലാണ്. ഓക്കെ, അതാണ് എക്സ് ആക്സിൽ വരുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വൈ ആക്സിൽ നമ്മൾ വരയ്ക്കുന്നത് ടെമ്പറേച്ചറാണ് വരയ്ക്കുന്നത്, ടെമ്പറേച്ചർ. സോ നിക്കൽ കോപ്പർ അലോയുടെ ഫേസ് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ ഉള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ 20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 20% മൊത്തം വെയിറ്റിൻ്റെ 20% നമ്മുടെ കോപ്പറാണ്, ബാലൻസ് 80% എന്താണ് നമ്മുടെ നിക്കലാന്ന് വിചാരിക്കുക. സോറി, 20% നിക്കലാണ്, ബാലൻസ് 80% എന്താണ് കോപ്പറാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ കോമ്പോസിഷനുള്ള അലോയി നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ, സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഈ സാധനം ഹീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ കോമ്പോസിഷന് റെസ്പോണ്ടിങ് ആയിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള നിക്കൽ കോപ്പർ അല്ലെങ്കിൽ കോപ്പർ നിക്കൽ അലോയ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ടു മെൽറ്റ് അല്ലേ, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. മെൽറ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള കുറച്ച് എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ശരിയല്ലേ, കുറച്ച് അലോയ് എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. സോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വെച്ചത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അതിൻ്റെ അകത്തുള്ള അലോയ് കുറച്ച് എന്ത് ചെയ്യുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നു. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്ത് കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ലിക്വിഡായിട്ട് മാറുന്നു. ശരിയല്ലേ. സോ അങ്ങനെ നമുക്ക് ഇങ്ങനെ 2 ടെമ്പറേച്ചർ കിട്ടും. ഈ കോമ്പോസിഷൻ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 2 ടെമ്പറേച്ചർ കിട്ടും. ഇനി നമ്മൾ വേറൊരു കോമ്പോസിഷൻ എടുത്തു, 60% നിക്കലിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷൻ എടുത്തു. നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് ചെയ്യും, മെൽറ്റിംഗ് ആരംഭിക്കും. അല്പം കൂടി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് ചെയ്യും, മെൽറ്റിംഗ് കംപ്ലീറ്റ് എന്താവും, ലിക്വിഡാവും. ഇങ്ങനെ എല്ലാ കോമ്പോസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ 2 കർവ് കിട്ടും. ശരിയല്ലേ, ഈ 2 കർവ് കിട്ടും. ഈ കർവിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡസ് കർവ്, ലിക്വിഡ് ആകുന്ന കർവ്, ലിക്വിഡസ് കർവ്. ഈ കർവിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സോളിഡസ് കർവ്. ഈ ലിക്വിഡസ് കർവിൻ്റെ മുകളിൽ എന്തായിരിക്കും, നമ്മുടെ മെറ്റീരിയൽ എന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ താഴെ എന്തായിരിക്കും, സോളിഡ് ആയിരിക്കും. ഓക്കെ, സോളിഡ് ആയിരിക്കും. സോ ഇതാണ് എന്ത്, ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ. ഇനി ഈ റീജിയണിൽ എന്താണ് സോളിഡ് ഫേസിലായിരിക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, സോളിഡ് ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സോളിഡ് ഫേസിനെ നമുക്ക് പല പേരിൽ വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കോപ്പർ നിക്കൽ അലോ എടുത്തു, അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ അതിൻ്റെ ക്രിസ്റ്റൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആറ്റംസ് പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ടെമ്പറേച്ചറിലും പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഓരോ രീതിയെ നമ്മൾ ഓരോ ഫേസ് എന്ന് പറയും. ഓക്കെ അല്ലേ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അയൺ കാർബൺ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ 723 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 723 ഡിഗ്രി സെൽഷ്യസിന് താഴെ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആൽഫയാണ്, ആൽഫ ഫെറൈറ്റ് അല്ലേ, ആൽഫ ഫെറൈറ്റ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽഫ ഫെറൈറ്റ് പ്ലസ് സിമെൻറ്റേറ്റിൻ്റെ മിക്സ്ചർ ആയിരിക്കും. കോമ്പോസിഷൻ അനുസരിച്ച് അത് മാറും കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്? ഗാമ ഫെറൈറ്റ് അല്ലെങ്കിൽ ഓസ്റ്റിനൈറ്റ് ആണ്, ഗാമ ഫെറൈറ്റ്. അതായത് ഓരോ ടെമ്പറേച്ചറിലും ഈ സോളിഡിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ഇങ്ങനെ ഓരോ ഡിഫറൻറ്റ് സ്ട്രക്ചറുള്ള ഓരോന്നിനെയും നമുക്ക് ഓരോ ഫേസ് എന്ന് പറയാൻ പറ്റും. ലിക്വിഡ് ഫേസ് പോലെ സോളിഡിൻ്റെ അകത്ത് ഒന്നുണ്ട്, ഓരോ ഫേസ് ഉണ്ട്. സപ്പോസ് നമ്മൾ ഇവിടെ വിളിക്കുന്ന ആ ഫേസിനെ ആൽഫ എന്ന് വിളിക്കുന്നത് വിചാരിക്കാം. ഈ കോപ്പർ നിക്കൽ അലോയുടെ സോളിഡ് ഫേസിലുള്ള നിലവിലുള്ള ഈ സോളിഡ് ഫേസിലുള്ള സ്ട്രക്ചറിനെ ആൽഫ ഫേസ് എന്ന് വിളിക്കുന്നത് വിചാരിക്കുക. ഇവിടെ എന്തായിരിക്കും? ആൽഫ ഫേസ് ആണ്, ആൽഫ ഫേസ്, നമ്മുടെ സോളിഡിലുള്ള ആൽഫ ഫേസ്. ഇനി ഇവിടെ എന്തായിരിക്കും? ആൽഫ ഫേസും ഉണ്ടാവും, ലിക്വിഡ് ഫേസും ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ലിക്വിഡ് ഫേസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് 3 റീജിയൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് എന്താ പറയുന്നത് ഫേസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടതേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എങ്ങനെയാണ് ഈ ഫേസ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് കോമ്പോസിഷൻ മെഷർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഫേസ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഫേസ് എമൗണ്ട് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിക്കാം, എങ്ങനെയാണ് ഈ കോമ്പോസിഷൻ മെഷർ ചെയ്യുന്നത്, ഈ ഫേസ് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് കോമ്പോസിഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ആ വരച്ചേക്കണ ഡയഗ്രാം അല്ലേ, തൊട്ട് മുമ്പ് വരച്ചേക്കണ ഈ ഫേസ് ഡയഗ്രാം, അതിൻ്റെ ഒരു പർട്ടിക്കുലർ റീജിയൻ, ഈ വൈ ഉൾപ്പെടുന്ന ഈ ഒരു റീജിയൻ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വരയ്ക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വൈ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാ. ഓക്കെ, അതിനെ നമ്മളൊന്ന് സൂം ചെയ്തേക്കണാണ്, തൊട്ട് മുമ്പത്തെ ആ ഡയഗ്രത്തിന് സൂം ചെയ്തേക്കണയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കോമ്പോസിഷൻ മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ പോയിന്റിലുള്ള, അതായത് സോളിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റുള്ള കോമ്പോസിഷൻ, നമ്മളിവിടെയാണ് ആ പോയിന്റ് മാർക്ക് ചെയ്തതാണ്. ഓക്കെ, എക്സ് ഉണ്ടാ, അതായത് സോളിഡ് റീജിയനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ആ പോയിന്റിലുള്ള കോമ്പോസിഷൻ എങ്ങനെ മെഷർ ചെയ്യണമെന്ന് നോക്കാം. ഈ പോയിന്റ് പ്രത്യേകത എന്താണ്? ഇവിടെ ഈ ആൽഫ ഫേസ് മാത്രമേ ഉള്ളൂ അല്ലേ, ആൽഫ ഫേസ് മാത്രമേ ഉള്ളൂ, ലിക്വിഡ് ഫേസ് ഇല്ല. സിംഗിൾ ഫേസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന പോയിന്റ്. ഇവിടുത്തെ കോമ്പോസിഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരെ താഴത്തേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിക്കലിൻ്റെ കോമ്പോസിഷൻ എന്താണ്? നിക്കൽ ഇവിടെ 60% ഉണ്ട്, ഇവിടെ എന്തായിരിക്കും? ഒരു 63 ഒക്കെ ആയിരിക്കും അല്ലേ, ഏകദേശം 63 weight% ഓഫ് നിക്കലാണ്. അതുപോലെ ബാലൻസ് എത്ര വരും? 63, 100 നിന്ന് 63 കുറച്ച് എത്ര വരും? 37 weight% എന്താണ്? കോപ്പറാണ്. ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 63 weight% നിക്കലും 37 weight% കോപ്പർ എന്ന് പറയാം. സിംഗിൾ ഫേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇവിടെ എന്താ? ആൽഫ മാത്രമേ ഉള്ളൂ, ആൽഫ എന്ന് പറഞ്ഞ ഫേസ് മാത്രമേ ഉള്ളൂ. സിംഗിൾ ഫേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചുമ്മാ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ ലൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആയിരിക്കും ആ പോയിന്റിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ 2 ഫേസ് ഉള്ള റീജിയൻ നോക്കിയേ, ഈ വൈ എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താണ്? ഇവിടെ ആൽഫ ഫേസും ഉണ്ടാവും, അതുപോലെ ലിക്വിഡ് ഫേസും ഉണ്ടാവും, ശരിയല്ലേ? ഈ 2 ഫേസ് വന്നു കഴിഞ്ഞാൽ ആ റീജിയനിലുള്ള ആ എലമെന്റിന്റെ, നമ്മുടെ അലോയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ് കാണാൻ പറ്റുക, അതാണ് അടുത്ത് നമുക്ക് നോക്കാൻ പോണേ. അതിനുവേണ്ടി ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈ ലൈൻ നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യും? വരയ്ക്കും ഒരു ടൈ ലൈൻ. ഏത്? ഈ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷൻ നമ്മൾ മെഷർ ചെയ്യണ്ടേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടലി ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈ ലൈൻ. ഓക്കെ, ടൈ ലൈൻ. ഈ ടൈ ലൈൻ എന്ത് ചെയ്യും?
ഈ സോളിഡസ് കർവിനെയും ഈ പറയുന്ന ലിക്വിഡസ് കർവിനെയും മീറ്റ് ചെയ്യില്ലേ? ഓക്കെ, ഈ മീറ്റ് ചെയ്യണ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? വെർട്ടിക്കലി താഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, വെർട്ടിക്കലി താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കും. കുഴപ്പമില്ലല്ലോ. ഇനി വെർട്ടിക്കലി താഴത്തേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഈ കോമ്പോസിഷൻ ആക്സിസിൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. ഈ ലിക്വിഡസ് ലൈനിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ, ലിക്വിഡസ് ലൈനിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുന്ന ലൈൻ ഈ കോമ്പോസിഷൻ ആക്സിന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് കോമ്പോസിഷൻ ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 40 ഈ പറയുന്ന നിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 40 അല്പം കൂടി വലുതായിരിക്കും. സേ 45. സോ ഈ പോയിന്റിൽ 45 വെയിറ്റ് പെർസെൻറ്റേജ് എന്താണുള്ളത്? നിക്കലാണുള്ളത് അല്ലേ? ശരിയല്ലേ? സോ കോപ്പർ എന്തായിരിക്കും? കോപ്പർ എന്തെങ്കിലും ഉണ്ടാവും? 45 ആണെങ്കിൽ 55 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറാണുള്ളത്. ഓക്കെ, സോ ഈ 45, 55 എന്ന് പറയുന്നത് ഈ പോയിന്റിലെ ഇതെന്താണ്? ഇതെന്താ പറയുക? സോളിഡസ് കർവ് അല്ലേ? സോളിഡ് സ്റ്റേറ്റിൽ ഈ പോയിന്റിൽ എന്തായാലും സോളിഡ് സ്റ്റേറ്റിലുള്ള ആൽഫ സ്റ്റേറ്റിലുള്ള നമ്മുടെ അലോയി ഉണ്ട്, അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അലോയി ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലുള്ള ആ അലോയിൽ 45% വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലും 55 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറാണുള്ളത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അതുപോലെ നമ്മൾ ലിക്വിഡസ് കർവിൽ ഒരു ലൈൻ വരച്ചില്ല, ഒരു ലൈൻ വരച്ചു, ലിക്വിഡസ് കർവിനെ ലിക്വിഡസ് കർവിൽ കൂട്ടിമുട്ടി. സോ അവിടെ നമ്മൾ താഴത്തേക്ക് ലൈൻ വരച്ചു, നമുക്ക് ഇവിടെ കോമ്പോസിഷൻ കിട്ടും. സോ ഈ കോമ്പോസിഷൻ എത്രയാണ്? ഏകദേശം 33 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറും, അതുപോലെ ബാലൻസ് എത്ര വരും? 100 33 കുറച്ച് എത്ര വരും? 67 വെയിറ്റ് പെർസെൻറ്റേജ് എന്താണ്? നിക്കൽ. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് പെർസെൻറ്റേജ് 33 67 ആണ്. ഈ 33 67 എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള നമ്മുടെ അലോയിൽ 33 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറും 67 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഈ ഫേസ് ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 ഫേസ് ഉണ്ട്. ഒന്ന് ലിക്വിഡ് ഫേസ്, ഒന്ന് സോളിഡ് ഫേസ് അഥവാ ആൽഫ ഫേസ്. ആൽഫ ഫേസിൽ അല്ലെങ്കിൽ സോളിഡ് ഫേസിൽ 45 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലും 55 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറും ഉണ്ട്. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അലോയിൽ 33 വെയിറ്റ് പെർസെൻറ്റേജ് കോപ്പറും 67 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലും ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പോസിഷൻ മെഷർ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിലുള്ള അലോയിൽ എന്തുമാത്രം കോപ്പർ ഉണ്ട്, എന്തുമാത്രം നിക്കലുണ്ട്. അതുപോലെ തന്നെ പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അലോയിൽ എന്തുമാത്രം കോപ്പർ ഉണ്ട്, എന്തുമാത്രം നിക്കലുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മൾ കോമ്പോസിഷൻ മെഷർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ഫേസ് എമൗണ്ട് മെഷർ ചെയ്യുന്നത്? ഫേസ് എമൗണ്ട്. ഓക്കെ, ഫേസ് എമൗണ്ട് മെഷർ ചെയ്യാൻ ഫേസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടോ? വൈ ഈ പോയിന്റിൽ എന്തൊക്കെ ഫേസ് ഉണ്ട്? ലിക്വിഡ് ഫേസും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? സോളിഡ് ഫേസും ഉണ്ട് അല്ലേ? സോളിഡ് ഫേസ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഫേസ്. സോളിഡ് ഫേസിനെ നമുക്ക് ആൽഫ ഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ തീറ്റ ഫേസ്, അങ്ങനെ പല ഫേസ് ഉണ്ട്. സോളിഡ് ഫേസിൽ തന്നെ പല രീതിയിൽ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുമായിരിക്കും. ഓരോന്നിനെയും ഓരോ പേരിട്ട് വിളിക്കും. നമ്മളിവിടെ വിളിക്കുന്നത് ആൽഫ ഫേസ് എന്നാണ്. സോ ആൽഫ ഫേസ്, അതുപോലെ ലിക്വിഡ് ഫേസ്. സോ വാട്ട് ഈസ് ദി വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് ഫേസ്? വാട്ട് ഈസ് ദി വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് സോളിഡ് ഫേസ് അല്ലെങ്കിൽ ആൽഫ ഫേസ്? നമ്മൾ തൊട്ടും എന്താ കണ്ടെത്തിയേ? ലിക്വിഡ് ഫേസിൽ എന്തുമാത്രം കോപ്പർ ഉണ്ട്, എന്തുമാത്രം നിക്കലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൽഫ ഫേസിൽ എന്തുമാത്രം കോപ്പർ ഉണ്ട്, എന്തുമാത്രം നമ്മുടെ നിക്കലുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്തുമാത്രമാണ് വാട്ട് ഈസ് ദി വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് ഫേസ്, വാട്ട് ഈസ് ദി വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് എന്താണ് ആൽഫ ഫേസ്, അതതിനെ കണ്ടെത്തുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും? ടൈലൈൻ വരയ്ക്കും. ഈ ലൈൻ വിളിക്കുന്നവരാണ് ടൈലൈൻ. ഓക്കെ, ടൈലൈൻ. വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഫേസ് എമൗണ്ട് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ പോയിന്റിൽ നിന്ന് സോളിഡസ് കർവിലേക്ക് വരയ്ക്കുന്ന ഈ ലെങ്ത്, ഇനി നമ്മൾ ആം എന്ന് പറയുന്നത് ARM. ഓക്കെ, ആം. അതായത് ഈ പോയിന്റിൽ നിന്ന് സോളിഡസ് കർവിലേക്ക് വരയ്ക്കുന്ന ലെങ്ത്, അത് നമ്മൾ ഇവിടെ എസ് എന്ന് എഴുതിയാണ്. സോ എസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഈ ടൈലൈൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ ഈ ലെങ്ത്തിന് R എന്ന് എടുത്തേക്കണം, ഈ ലെങ്ത്തിന് S എന്ന് എടുത്താണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നതായിരിക്കും R+S ആയിരിക്കും. ഓക്കെ, R+S. എസ് ഡിവൈഡഡ് ബൈ R+S. ഇതായിരിക്കും എന്ത്? ഫേസ് എമൗണ്ട് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. ഇനി ഈ എസിൻ്റെ വാല്യൂ നമുക്ക് അതിനെ കണ്ടെത്താൻ പറ്റുക. എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കിയേ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പോസിഷൻ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, സി ആൽഫ, ഇത് നമ്മൾ സി ആൽഫ എന്ന് വിളിക്കുന്നു. ഓക്കെ, മൈനസ് ഇതെന്താണ്, സി ഒ ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് അതിന് നമ്മൾ ഈ കോമ്പോസിഷൻ ആക്സിസ് എടുക്കുന്നത് സി ആൽഫ മൈനസ് സി എൽ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് കിട്ടും, അല്ലെങ്കിൽ ഫേസ് എമൗണ്ട് ഓഫ് ലിക്വിഡ് കിട്ടും. എത്ര എമൗണ്ട് ആണ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ലിക്വിഡ് ഉള്ളതെന്ന് കിട്ടും. സിമിലർലി ആൽഫ, ഫേസ് എമൗണ്ട് ഓഫ് ആൽഫ അങ്ങനെ കണ്ടുപിടിക്കുന്നത് W alpha is equal to ഇവിടെ എഴുതിയിട്ടുണ്ട്. W alpha is equal to എന്താണ്, CO മൈനസ് സി എൽ ഡിവൈഡഡ് ബൈ CA മൈനസ് CL എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് നോക്കിയേ, R/R+S ഇൻറ്റു 100 എന്ന് കിട്ടും. അതായത് R എന്ന് പറഞ്ഞാൽ എന്താണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ലിക്വിഡസ് കർവിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് അല്ലേ, ലെങ്ത് ആണ്. ഇവിടെ നിന്ന് ലിക്വിഡസ് കർവ് വരെയുള്ള ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. സോ R/R+S ഇതാണെന്ത്, ഈ പറയുന്ന വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ ഫേസ് എമൗണ്ട് ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ നമ്മുടെ കോമ്പോസിഷൻ ആക്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ ഈ ലെങ്ത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, R is equal to CO മൈനസ് CL എന്ന് എഴുതാൻ പറ്റും അല്ലേ, CO മൈനസ് CL ഡിവൈഡഡ് ബൈ R+S എന്ന് പറഞ്ഞാൽ എന്താണ്, സി ആൽഫ മൈനസ് CL. സോ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്തുമാത്രം അലോയ് ഉണ്ട്, അതുപോലെ ആൽഫ സ്റ്റേറ്റിൽ അഥവാ സോളിഡ് സ്റ്റേറ്റിൽ എന്തുമാത്രം അലോയ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. ഇതാണ് ഫേസ് എമൗണ്ട് എന്ന് പറയുന്നത്. കുഴപ്പമില്ല. സോ എങ്ങനെയാണ് ഫേസ് എമൗണ്ട് കണ്ടെത്തുന്നത്? സോ ഇങ്ങനെ നമ്മൾ ഫേസ് എമൗണ്ട് കണ്ടെത്തുന്ന ഈ റൂളിനെ വിളിക്കുന്നവരാണ് ലിവർ റൂൾ. കാരണം എന്താ, നമ്മളിങ്ങനെ ഒരു ലിവർ വരയ്ക്കുകയാണ്. ആക്ച്വലി ഇത് ലിവർ എന്ന് പറയും ടൈലൈനെ. ഓക്കെ, ഇതിന് ലിവർ ആം എന്ന് പറയും. ഓക്കെ, സോ ഇതിനെ വിളിക്കുന്ന പേര് ലിവർ റൂൾ എന്നാണ്. ഓക്കെ, കുഴപ്പമില്ല. നൗ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി ഫോളോവിങ്. 1 ഓസ് ടെമ്പറിങ്, 2 മാർ ടെമ്പറിങ്, 3 ഓസ് ഫോമിങ്. ഓസ് ടെമ്പറിങ് എന്താണ്, മാർ ടെമ്പറിങ് എന്താണ്, ഓസ് ഫോമിങ് എന്താണ്? നമുക്ക് എന്താണ് ഓസ് ടെമ്പറിങ് എന്താന്ന് നോക്കാം. യെസ്, സോ ഈ കാണിച്ചിരിക്കുന്നത് എന്താ, ക്രിട്ടിക്കൽ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാമാണ്. ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതിൻ്റെ ഓരോ കർവ് എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണാത്തൊരു ആ വീഡിയോ പോയി കാണുക. ഓസ് ടെമ്പറിങ് എന്താണെന്ന് പറയാൻ പോകണം. ഓക്കെ, ഓസ് ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഓസ് ടെമ്പറിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റീലിനെ ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്യും. എന്താണ് ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 700 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ പോകും. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്റ്റീലിൻ്റെ അകത്തുള്ള മൈക്രോ സ്ട്രക്ചർ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൊഞ്ച് ടു മോൾട്ടൺ സാൾട്ട് ബാത്ത് മെയിൻറ്റെയിൻഡ് അറ്റ് ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ച്. എന്താണ് കൊഞ്ചിങ് എന്ന് പറയുന്നത്, എന്താണ് ഫാസ്റ്റ് ആയിട്ട് കൂൾ ചെയ്യുന്നതിന് നമ്മൾ കൊഞ്ചിങ് എന്ന് പറയുന്നത് അല്ലേ, സഡൻ കൂളിങ്ങിനെ കൊഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മോൾട്ടൺ സാൾട്ട് ബാത്തിലേക്ക് നമ്മൾ ഇതിനെന്ത് ചെയ്യും, കൊഞ്ച് ചെയ്യും. അതായത് ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെയാണ് ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതായത് ഈ കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിൽ ഈ ഏരിയയിൽ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബൈനൈറ്റ്. ഓക്കെ, സോ ഈ ടെമ്പറേച്ചർ ഏകദേശം 300-400 ഇടയിലുള്ള ഈ ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു സാൾട്ട് ബാത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സാൾട്ട് ബാത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ ഈ 700 to 800 അതായത് ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ 300 മുതൽ 400 ഇടയിലുള്ള ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ വിളിക്കുന്നവരാണ് ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ച്. ആ ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ചിൽ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോൾട്ടൺ സാൾട്ട് ബാത്ത് ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യും, ഡിപ്പ് ചെയ്യും. സോ ഡിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യത് ഈ ടെമ്പറേച്ചറിലേക്ക് കൂളാവും. എന്നിട്ട് ആ ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ആഫ്റ്റർ ഹോൾഡിങ് സഫിഷ്യൻറ്റ് ടൈം കൂൾ ടു ലോവർ റൂം ടെമ്പറേച്ചർ ഇൻ എയർ. ഈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം ഈ രീതിയിൽ പോയിട്ട് ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എയർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, റൂം ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യും. സോ അതിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ച് വരെ കൂൾ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ
ഹോൾഡ് ചെയ്ത് വെക്കുന്നു, കുറേ നേരം എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത് ഈ രണ്ട് കർവ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എയർ കൂൾ ചെയ്യുന്നു. സോ ഇതാണെന്ത് ഈ പറയുന്ന ഓസ് ടെമ്പറിങ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് ഡയഗ്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ നമ്മുടെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്തുള്ള ഭാഗത്തിൻ്റെ കൂളിംഗ് റേറ്റ് കാണിച്ചിരിക്കുന്നത്. അത് അല്പം കൂടി ചെറിയ റേറ്റിലല്ലേ കൂളാവുള്ളൂ കമ്പയർഡ് ടു സർഫസ്. അതായത് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ സർഫസ് പെട്ടെന്ന് കൂളാവും, എന്നിട്ട് ആ കോർ കൂളാവുള്ളൂ. സോ കോറിൻ്റെ കൂളിംഗ് റേറ്റ് അല്പം കൂടി ലോവർ ആയിരിക്കും കമ്പയർഡ് ടു നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. സർഫസ് പെട്ടെന്ന് കൂളാവും. സോ അതുകൊണ്ട് ആണ് ഈ രണ്ട് ലൈൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് കോറിൻ്റെ കൂളിംഗ് റേറ്റും ഇത് സർഫസിൻ്റെ കൂളിംഗ് റേറ്റുമാണ്. രണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ബൈനൈറ്റിക് റേഞ്ചിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കും കുറേ നേരം. എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈനൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എയർ കൂൾ ചെയ്യും. സോ ഓസ് ടെമ്പറിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ബൈനൈറ്റിക് സ്ട്രക്ചറാണ്. ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓസ്റ്റനൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഓസ്റ്റനൈസിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ് ടെമ്പറിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മോൾട്ടൺ സാൾട്ട് ബാത്ത് വിച്ച് ഈസ് കെപ്റ്റ് അറ്റ് ദി ബൈനൈറ്റിക് ടെമ്പറേച്ചർ. ഓക്കെ, ബൈനൈറ്റിക് ടെമ്പറേച്ചറിൽ കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾട്ടൺ സാൾട്ട് ബാത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കൊഞ്ച് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആഫ്റ്റർ ഹോൾഡിങ് സഫീഷ്യൻറ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, റൂം ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഓക്കെ, നൗ അടുത്തതാണത് മാർ ടെമ്പറിങ്. എന്താണ് മാർ ടെമ്പറിങ്ങിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടുമ്പ് ഇതുപോലെ എന്ത് ചെയ്യും, ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. ഫസ്റ്റ് ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. അതായത് കംപ്ലീറ്റ് സ്ട്രക്ചറും ഓസ്റ്റനൈറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ അത്രയും ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊഞ്ച് ചെയ്യും. ഏത് ടെമ്പറേച്ചറിലേക്ക്, കൊഞ്ച് ടു മോൾട്ടൺ സാൾട്ട് ബാത്ത് മെയിൻറ്റൈൻഡ് അറ്റ് ജസ്റ്റ് എബവ് ദി മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ആ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കും കുറച്ച് നേരത്തേക്ക്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ടെമ്പർ ചെയ്യും. ടെമ്പർ എന്ന് പറയുന്നത് എന്താ, ചെറുതായിട്ടൊന്ന് കൂൾ ചെയ്യും. അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അല്പം കൂടി ഹയർ ടെമ്പറേച്ചറിലൊക്കെ ഒന്ന് കൂൾ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം വെച്ചിട്ട് സാധാരണ എയർ കൂൾ ചെയ്യും. അതിനാണ് നമ്മൾ ടെമ്പറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ കൊടുത്തിരിക്കുന്നത് CCT ഡയഗ്രത്തിൽ. ഓക്കെ, ഇത് CCT ഡയഗ്രത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കർവാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്ത മെറ്റീരിയലിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് കർവ് കൊടുത്തേണ്ട. ഇതെന്താണ്, സർഫസിൻ്റെ കൂളിംഗ് കർവും ഇതെന്താണ്, കോറിൻ്റെ കൂളിംഗ് കർവുമാണ് കേട്ടോ. കോറിൻ്റെ കൂളിംഗ് കർവ് അഥവാ സെൻറ്ററിൻ്റെ കൂളിംഗ് കർവ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ചെയ്യില്ല. നമ്മൾ മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചർ വരെ എത്തിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എയർ കൂൾ ചെയ്യും. എയർ കൂൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ വെച്ച് എന്തുണ്ടാവും, മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വെച്ച് എന്ത് ചെയ്യും, മാർട്ടൻസൈറ്റ് നമ്മൾ സ്ട്രക്ചർ ഫിനിഷ് ചെയ്യും. സോ മാർട്ടൻസൈറ്റ് നമ്മുടെ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പർ ചെയ്യും. ടെമ്പർ ചെയ്യണതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർട്ടൻസൈറ്റ് വെരി ഹാർഡാണ്, ബ്രിട്ടിൽ നേച്ചറാണ്. സോ ഇതിൻ്റെ ഈ ബ്രിട്ടിൽനെസ് കുറയ്ക്കാൻ വേണ്ടി, ഹാർഡ്നെസ് അല്പം കുറച്ചിട്ട് ഒരു ഡക്റ്റിലിറ്റി അല്പം കൂട്ടാൻ വേണ്ടി നമ്മൾ ടെമ്പറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. ടെമ്പർ അല്പം കൂട്ടാന്ന് പറയും. അതായത് അല്പം ഡക്റ്റിലിറ്റി കൂട്ടുക. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യും. ഏത്, ബൈനൈറ്റിക് ടെമ്പറേച്ചർ റേഞ്ചിലേക്ക് അല്പം ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഫോം ചെയ്ത മാർട്ടൻസൈറ്റ് അല്പം എന്താവും, കുറച്ചൊക്കെ എന്താവും, ഇവിടെയൊക്കെ എന്താവും, ഈ ബൈനൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. സോ ബൈനൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കും. ആവശ്യത്തിന് ബൈനൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഡക്റ്റിലിറ്റി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റൂം ടെമ്പറേച്ചറിലേക്ക് എയർ കൂൾ ചെയ്യും. ഓക്കെ, സോ ഇതിന് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്നത്, രണ്ടാമത് ചെയ്യുന്നതിന് പരിപാടിയാണ് നമ്മൾ എന്ന് പറയുന്നത് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ടെമ്പറിംഗ് എന്തിനാ ചെയ്യുന്നത്, ഹാർഡ്നെസ് അല്പം കുറച്ച് ഡക്റ്റിലിറ്റി അല്പം കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇതാണ് എന്ത്, മാർ ടെമ്പറിംഗ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോൾട്ടൺ സാൾട്ട് ബാത്ത് വിച്ച് ഈസ് കെപ്റ്റ് ജസ്റ്റ് അബവ് ദി മാർട്ടൻസൈറ്റ് സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ എയർ കൂൾ ചെയ്യും. എന്നിട്ട് അതിന് വീണ്ടും ഒന്ന് ടെമ്പർ ചെയ്യും. ടെമ്പർ ചെയ്യുന്നതിനാണ് അതിൻ്റെ ഹാർഡ്നെസ്, ഈ ഉണ്ടായ മാർട്ടൻസൈറ്റിൻ്റെ ഹാർഡ്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്തിനാ ഇവിടെ കുറച്ചൊരു ഹോൾഡ് ചെയ്ത് വെക്കണമെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് നോക്കിയേ, നമ്മളിവിടെ കൂൾ ചെയ്യുമ്പോൾ സർഫസ് ഇങ്ങനെയാണ് കൂളാവുന്നത് അല്ലേ. അതുപോലെ കോർ എന്ന് പറയുന്നത് പെട്ടെന്ന് കൂളാവും. കോറ് പെട്ടെന്ന് പയ്യെ കൂളാവുള്ളൂ, സർഫസ് പെട്ടെന്ന് കൂളാവും. സോ നമ്മൾ നേരിട്ട് ഈ പറയുന്ന മാർട്ടൻസൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സെൻറ്ററിൽ അഥവാ കോറിൽ മാർട്ടൻസൈറ്റ് ഫോം ചെയ്യാൻ സാധ്യത കുറവാണ്.
സർഫസിലാണെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള സർഫസ് കിട്ടുകയും ചെയ്യും. സോ വെരി ഹാർഡ് സർഫസും അല്പം സോഫ്റ്റ് ആയിട്ടുള്ള സെൻറ്ററും കിട്ടും നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാതെ വെറുതെ ഡയറക്റ്റ് ആയിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ. ആ സമയത്ത് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം സ്ട്രക്ചർ കിട്ടൂലേ, അതായത് രണ്ടിൻ്റെയും കൂളിംഗ് റേറ്റ് സെയിം ആയില്ലേ അല്ലേ, രണ്ടിൻ്റെയും കോമ്പോസിഷൻ കോറിലും അതുപോലെ ഈ പറയുന്ന സർഫസിലും സെയിം ടെമ്പറേച്ചർ വരും. ഓക്കെ, സോ സെയിം സ്ട്രക്ചർ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന മാർട്ടൻസൈറ്റിക് റേഞ്ചിലേക്ക് വീണ്ടും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടും. കുഴപ്പമില്ലല്ലോ. സോ ഇതാണെന്ത് മാർ ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാർ ടെമ്പറിംഗ്. ഇനി അടുത്തെന്താ ഓസ്ഫോമിങ് എന്താന്നുള്ളതാണ്. ഓസ്ഫോമിങ്. സോ ഓസ്ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഈ പറയുന്ന 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓസ്റ്റനൈസ് ചെയ്യും. ഓസ്റ്റനൈസ് ദി സ്റ്റീൽ. ഓസ്റ്റനൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫസ്റ്റ് നമ്മൾ CCT ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ സപ്പോസ് ഇതാണ് ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചർ എന്ന് വിചാരിക്കാം. ഓക്കെ, ട്രിപ്പിൾ ടി ഡയഗ്രം കേട്ടോ, ഞാൻ CCT ഡയഗ്രം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ടി ഡയഗ്രം. സോ ഓസ്റ്റനൈറ്റിംഗ് ടെമ്പറേച്ചറാണിത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓസ്റ്റനൈസ് ചെയ്യും. അതായത് ഈ ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ ഈ പറയുന്ന സ്റ്റീലിനെ ഹീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, റാപ്പിഡ്ലി കൂൾ ടു ടെമ്പറേച്ചർ സച്ച് ദാറ്റ് ദി സ്ട്രക്ചർ റിമെയിൻ ആസ് ഓസ്റ്റനൈറ്റ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൂൾ ചെയ്യും. ഓക്കെ, അതായത് ഇവിടെയൊക്കെ എന്താണ്, ഓസ്റ്റനൈറ്റ് ആണ്. ഇവിടെ ഒന്നും ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. ഈ കർവിൽ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മാർട്ടൻസൈറ്റ് ഫോം ചെയ്യും. ഇവിടെ മാർട്ടൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ഫിനിഷ് ആവും. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ എന്താ, ബെയ്നൈറ്റ് റേഞ്ചാണ്. ഇവിടെ വെച്ച് ബെയ്നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ വെച്ച് എന്ത് ചെയ്യും, ബെയ്നൈറ്റ് ഫിനിഷ് ചെയ്യും. ഇനി ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇവിടം വരെ കൂൾ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ പെയർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും, പെയർലൈറ്റ് ഫിനിഷ് ചെയ്യും. ഇവിടെ എന്താ, പെയർലൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. സോ ഓസ്റ്റനൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക നമ്മൾ. ഓക്കെ, കൂളിംഗ് റേറ്റ് ഷുഡ് ബി എബോവ് ദി ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ്. ഓക്കെ, നമ്മൾ കൂളിംഗ് റേറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നേരെ കർവ് ഇങ്ങോട്ടേക്ക് പോകും. അതായത് ഈ നോസിൽ മുട്ടാതെ അതിലും വലിയ കൂളിംഗ് റേറ്റിൽ താഴത്തേക്ക് കൊണ്ടുവരും. ഡീഫോം ദി ഓസ്റ്റനൈറ്റ് അറ്റ് ദിസ് ടെമ്പറേച്ചർ. നമ്മൾ ഇനി എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ സാധനത്തിനെ ഡീഫോം ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓസ്റ്റനൈസ് ചെയ്യുന്നു. ഓസ്റ്റനൈസിങ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്തൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡീഫോർമേഷൻ ചെയ്യും. ഓക്കെ, ആ ഡീഫോർമേഷൻ ചെയ്യുന്ന നമ്മളിങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ കാണിക്കും. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ജമ്പ് കാണിക്കുക. അതെന്താണ്, ഡീഫോർമേഷൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത്. ഡീഫോം ചെയ്യുന്നു. കൊഞ്ച് ഫ്രം ദിസ് ടെമ്പറേച്ചർ ടു ഒബ്റ്റെയിൻ മാർട്ടൻസൈറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊഞ്ച് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, ഒരു മാർട്ടൻസൈറ്റിക് സ്ട്രക്ചർ ഫൈനലി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ വ്യത്യാസമല്ലേ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കൂൾ ചെയ്യുന്നു, നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, ഒന്ന് ഫോമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഡീഫോം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊഞ്ച് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് പറയുന്നത്, ഓസ് ഫോമിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓസ്റ്റനൈറ്റിനെ ഒന്ന് ഡീഫോം ചെയ്തിട്ട് പിന്നെ കൊഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണെന്ത്, ഓസ് ഫോമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഫിഗർ ഇതാണ്, ഫിഗർ ജസ്റ്റ് വരയ്ക്കാം. സോ ഈ 3 ചോദിച്ചിരിക്കുന്നത്. 4 മാർക്ക് 4 മാർക്ക് 5 മാർക്ക്. ഓക്കെ, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ലല്ലോ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 3 നിന്ന് 2021 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2021 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരാം മൊഡ്യൂൾ 4 നിന്ന്. താങ്ക് യു.